ഹലോ, ഞാൻ അശ്വതി അഭിലാഷ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയത് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ അമ്മമാർ നമുക്ക് നോർമലി ചെയ്തു തരുന്ന ഒരു സിമ്പിൾ റെസിപ്പി. പക്ഷെ നല്ല ടേസ്റ്റാണ്, നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പം ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിരുന്ന ഒരു നല്ലൊരു ഭക്ഷണമായിരുന്നു. നമുക്ക് നല്ല വിശപ്പുള്ള സമയത്ത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അമ്മ എനിക്ക് തരുന്ന ഒരു ഭക്ഷണമായിരുന്നു. അപ്പോൾ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനത് അമ്മയോട് ചോദിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അമ്മ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അമ്മേനെ ഞാൻ കാണിച്ചു തരാം. അമ്മ ഉണ്ട്. അപ്പോൾ ഇന്ന് അമ്മയാണ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നത്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അമ്മ തന്നെ പറഞ്ഞുതരും. അമ്മ പറയും എന്തൊക്കെയാണ് വേണ്ടത്. ഉള്ളി വേണം, അത് നല്ലോണം ഒരു കൈ ഉള്ളി നിറച്ച്, പിന്നെ ഒരു തുടം വെളുത്തുള്ളി, ഒരു തുടം, പിന്നെ ഒരു നാടൻ മുട്ട ഒരു രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. ഉപ്പ് വേണം, ഇത് തരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ എള്ളെണ്ണ, നല്ല എള്ള് ആട്ടിയ സ്ഥലത്തുനിന്ന് മേടിക്കണ എള്ളെണ്ണ, കുറച്ച് ചോറ്. ഇത്രയും കാര്യങ്ങളേ വേണ്ടൂ ഈ ഇത് ശരിയാക്കാനായിട്ട്. അപ്പം ഞാൻ എന്താ മുട്ട പൊട്ടിച്ച് വയ്ക്കില്ല കേട്ടോ. മുട്ട നമ്മൾ പൊട്ടിച്ച് വയ്ക്കുക ഒരു പാത്രത്തിലേക്ക്. അപ്പോൾ ഞാൻ എന്നിട്ട് ആവശ്യത്തിന് കുറച്ചുപ്പ് ഞാൻ മുട്ടയ്ക്ക് ഇടുന്നുണ്ട്. ഇത്ര മതിയമ്മ. കുറച്ചുപ്പ് ഒരു നുള്ളുപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യും കേട്ടോ. ഉള്ളിയില്ലേ അത് ഞാൻ എന്താ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഞാൻ എന്താ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാം. അമ്മ ഉണ്ടാക്കുക കേട്ടോ. അമ്മ ഉണ്ടാക്കുന്നു. ഗ്യാസ് കത്തിക്കുന്നുണ്ട്. ചീനച്ചട്ടി എടുത്ത് വെച്ചു. ഒരു മിനിറ്റ് നമുക്ക് കാണിച്ചു. ഇത് നല്ലെണ്ണയാണ്, എള്ളാട്ടിയ എണ്ണയാണ്. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് ഉള്ളിലേക്ക് ചെല്ലണത് നല്ലതാണ്. പ്രസവിച്ച് കഴിഞ്ഞ് നമുക്ക് കുറേ മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നല്ലെണ്ണ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലണതും നല്ലതാണ്. അപ്പോൾ നമുക്കിങ്ങനെ തന്നെ കഴിക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലോ ഇത്. അപ്പോൾ നമുക്ക് റൈസിൻ്റെ കൂടെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ടേസ്റ്റോ അങ്ങനെ ഒന്നും വരില്ല. അപ്പോൾ അമ്മ ഉണ്ടാക്കണ്ട ചൂടായി. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് നമ്മൾ രാവിലെ കൊടുക്കണ ഒരു ഭക്ഷണം ചോറ് തന്നെ. അല്ലെങ്കിൽ ഈ എണ്ണ എല്ലാവർക്കും അകത്തേക്ക് ചെല്ലണം എന്നാ പറയാം. ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല തന്നെ കഴിക്കാൻ. ചൂടാക്കിയിട്ട് അതിൽ ഉള്ളി എണ്ണ ആയാലും കഴിക്കില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇതിന് ചോറുണ്ടാക്കും. ഒരു ഉള്ളിച്ചോറാക്കി കൊടുത്താൽ നല്ലതാണ്. അതെ, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് മോളുണ്ടായപ്പോൾ അമ്മ എനിക്ക് എന്നും ഉണ്ടാക്കി തന്നിരുന്നു. എണ്ണ ചൂടായി. അപ്പം അമ്മ ഉള്ളി ഇട്ടിട്ടുണ്ട്. രണ്ട് ഉള്ളി, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ചുവന്നുള്ളി വെളുത്തുള്ളി. ആവട്ടെ. വഴന്ന് വരണം. നല്ലപോലെ വഴന്ന് വരണുള്ളൂ. നമുക്ക് ഉള്ളി തന്നെ വേണം കേട്ടോ. സബോള യൂസ് ചെയ്യരുത്. ചെറിയ ഉള്ളി തന്നെ വേണം, സബോള യൂസ് ചെയ്യരുത്. ഉള്ളിയുടെ ടേസ്റ്റ് ഒന്ന് എപ്പോഴും വേറെയാണല്ലോ നമ്മൾ എന്തിൽ യൂസ് ചെയ്യുമ്പോഴും. വേണ്ടതാണ്. പ്രസവം കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾക്ക് എണ്ണ, ഉള്ളി, വെളുത്തുള്ളി ഇതൊക്കെ നല്ല ഔഷധമാണ് ഉള്ളിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി തന്നാൽ അത് കഴിക്കും ചെയ്യും. നല്ലൊരു ടേസ്റ്റാണ്. പുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ രാവിലെ കുട്ടികൾ കുടിച്ചിങ്ങോട്ട് വന്നാൽ നല്ല വിശപ്പാണ്. ആ സമയത്ത് ഇത് കൊടുത്താൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കണ്ട. രാവിലെ എണീറ്റ വലുതൊക്കെ കഴിഞ്ഞ ഗ്ലാസ് പാലോ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഒരു 9 മണിയോടുകൂടി കുളിക്കും. കുളി കഴിഞ്ഞ് വരുമ്പോൾ അവർക്കുള്ള വിശപ്പ് ഭയങ്കര വിശപ്പാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചോറുണ്ടാക്കി അത് കൊടുത്താൽ
അവർക്ക് നല്ല ഇഷ്ടം. അതെ, എനിക്ക് ഇതുപോലെയായിരുന്നു അമ്മ ചെയ്തിരുന്നത്. നല്ല വിശപ്പാണ്, അപ്പം അത് കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചില്ലെങ്കിൽ വേണ്ടില്ല. ഇതാണ് നല്ലത്. മഞ്ഞൾപ്പൊടി ഇടാം, നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുക്കുക. അധികം എരിവൊന്നും വേണ്ട. എരിവ് അധികം വേണ്ട. അപ്പോൾ നമുക്ക് കുറച്ച് അത് കഴിഞ്ഞാൽ ഈ മുട്ട നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട എനിക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഈ മുട്ടയിൽ നിന്ന് ഒന്ന് തിരിച്ചിട്ടാൽ ഈ ഉള്ളിയൊക്കെ ഈ മുട്ടയിൽ കുറേ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മുട്ട ഉണ്ട് മാറ്റാം. അപ്പൊ ഇതാ നമ്മള് നേരത്തെ എടുത്ത് മാറ്റി വെച്ച മുട്ട അതിന്റെ മുകളിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് കഴിക്കണമെങ്കിൽ വേറെ നല്ല അച്ചാറ് അങ്ങനെ വെച്ചെങ്കിൽ ഒന്നുമില്ലെങ്കിലും കഴിക്കാം. ഇപ്പോൾ ഈ മുട്ടയും ചോറും കൂടിയുണ്ട് രാവിലെ കഴിച്ചാൽ ഉച്ചയ്ക്ക് പിന്നെ ഊണ് കഴിച്ചില്ലെങ്കിലും വിശപ്പ് തീരെ ഉണ്ടാവില്ല. ഒരു വിശപ്പിന് അത്യാവശ്യം ചോറായിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഉള്ളിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതാനെ കൊണ്ടുവന്നുണ്ട്, കഴിച്ചേക്കാം. ഇതാ മുട്ടയും ചോറും കൂടിയിട്ട് ചൂടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് കൊടുക്കട്ടെ. അടിപൊളിയാ. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ. പ്രസവിച്ച് കിടക്കണ എല്ലാവർക്കും വേണ്ടി അമ്മമാര് ഉണ്ടാക്കി കൊടുക്കൂ. അറിയണ അമ്മമാര് പ്രസവം കഴിഞ്ഞാൽ പിന്നെ ദിവസവും നോക്കണ്ട, എല്ലാ ദിവസവും കൊടുക്കാം. അതെ, ഏത് ദിവസമാണെന്നൊന്നും നോക്കുന്നു. 56 വരെയോ 90 വരെയോ എങ്ങനെ വേണമെങ്കിൽ. ഞാൻ 56 വരെ കഴിച്ചിട്ടുണ്ട്. അമ്മ എനിക്ക് എന്നും ഉണ്ടാക്കി തന്നിരുന്നത്, ഇതിലും കൂടുതലായിരുന്നു ഉണ്ടാക്കി തന്നിരുന്നത്. എല്ലാവരും കഴിക്കുന്നു ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കും. പക്ഷെ കഴിച്ചു പോകും നമ്മള്. വേണമെങ്കിൽ കുറച്ച് അച്ചാറൊക്കെ എടുക്കാം, എന്താ പറയാ, എന്ത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ എടുക്കാം. ഞാൻ ഇടയ്ക്ക് അച്ചാർ കൂട്ടി കഴിച്ചിരുന്നു. അപ്പൊ ഇന്നത്തെ എൻ്റെ അമ്മയുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. അപ്പൊ താങ്ക് യു പറയട്ടെ. ഞാൻ അമ്മയൊരു താങ്ക് യു പറയണം. എല്ലാവർക്കും താങ്ക് യു. ബൈ.